നമസ്കാരം. പി എസ് സി ട്രിക്സിൻ്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് 5/1/2025 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യമല്ലേ, 5/1/2025. ഓക്കെ അല്ലേ? യെസ്. അപ്പം ഒന്നാമത്തെ കറണ്ട് അഫയേഴ്സ് ചോദ്യം ഇതാണ്: ലിസ്റ്റ് എ ക്രിക്കറ്റിൽ പുറത്താകാതെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമെന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയതാരെ? അത് കരുൺ നായർ. ആരാണ്? കരുൺ നായറാണ് കേട്ടോ. കരുൺ നായർ ലിസ്റ്റ് എ ക്രിക്കറ്റിൽ പുറത്താകാതെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമെന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയത് കരുൺ നായർ. ഓക്കെ അല്ലേ? യെസ്. ഇനി ഈയിടെ അന്തരിച്ച പ്രശസ്ത കാർട്ടൂണിസ്റ്റാണ് ആര്? ജോർജ് കുമ്പനാട്ട്. എന്താണ്? ജോർജ് കുമ്പനാട്ട്. ജോർജ് കുമ്പനാട്ട് എന്താണ്? ഏത് മേഖലയിൽ പ്രശസ്തനാണ്? പ്രശസ്ത കാർട്ടൂണിസ്റ്റാണ് അല്ലേ? ഈയിടെ അന്തരിച്ച പ്രശസ്ത കാർട്ടൂണിസ്റ്റാണ് ആര്? ജോർജ് കുമ്പനാട്ട്. ഓക്കെ അല്ലേ? നമ്മൾ കഴിഞ്ഞ ദിവസം എന്താണ് നമ്മളെ ജോർജ് കുമ്പനാട്ടിൻ്റെ ഒരു പ്രശസ്തമായ ഒരു കാർട്ടൂൺ കഥാപാത്രത്തെ പറഞ്ഞിരുന്നു അല്ലേ? എന്താണ്? ഓർമ്മയുണ്ടോടാ? അത് ഓർമ്മയുണ്ടോ? അത് കാണാത്ത കൂട്ടുകാർ കഴിഞ്ഞ ദിവസം 4-ാം തീയതി കറണ്ട് അഫയേഴ്സ് കാണുക കേട്ടോ. എന്താണ്? ഉപ്പായി മാപ്പിള അല്ലേ? ഉപ്പായി മാപ്പിള. ഉപ്പായി മാപ്പിള. ഉപ്പായി മാപ്പിള എന്ന പ്രശസ്ത കാർട്ടൂൺ കഥാപാത്രത്തെ സൃഷ്ടിച്ച എന്താണ്? എം വി ജോർജ് എന്ന കാർട്ടൂണിസ്റ്റ്. എന്താണ്? എം വി ജോർജ് എന്ന കാർട്ടൂണിസ്റ്റ് ജോർജ് കുമ്പനാട്ട് അല്ലേ? എം വി ജോർജ് എന്നാണ് ശരിക്കുമുള്ള പേര്. ജോർജ് കുമ്പനാട്ട്. എം വി ജോർജ് എന്ന ജോർജ് കുമ്പനാട്ട്. ഓക്കെ അല്ലേ? യെസ്. ഇനി കുട്ടികളിലെ നടത്തം പരിഹരിക്കുന്നതിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ റോബോട്ടിക് ഗേറ്റ് ട്രെയിനറാണ് ഏത്? ജി ഗേറ്റർ പീഡിയാട്രിക്. എന്താണ്? ജി ഗേറ്റർ പീഡിയാട്രിക്. എന്താണ്? കുട്ടികളിലെ നടത്തം പരിഹരിക്കുന്നതിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ റോബോട്ടിക് ഗേറ്റ് ട്രെയിനറാണ് അത്. എന്ത്? ജി ഗേറ്റർ പീഡിയാട്രിക് അല്ലേ? നെക്സ്റ്റ് ആണ് പ്രഥമ ഖൊഖോ വേൾഡ് കപ്പ് ഭാഗ്യചിഹ്നങ്ങൾ. എന്താണ്? തേജസ് ആൻഡ് താര അല്ലേ? നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിരുന്നു അല്ലേ? പ്രഥമ ഖൊഖോ വേൾഡ് കപ്പ് ഭാഗ്യചിഹ്നം എന്നാണ് തേജസ് ആൻഡ് താര എന്നാണ് അല്ലേ? വേദി എവിടെയാണ്? വേദി പ്രഥമ ഖൊഖോ വേൾഡ് കപ്പിൻ്റെ വേദി ഇന്ത്യയാണ്. ഇന്ത്യയിലെ ന്യൂഡൽഹി അല്ലേ? ന്യൂഡൽഹി. ഓക്കെ അല്ലേടാ? യെസ്. ഇനി ഈയിടെ അന്തരിച്ച പ്രശസ്ത ആണവ ശാസ്ത്രജ്ഞനാണ് ആയതടാ? ഡോക്ടർ ആർ ചിദംബരം. ആരാണ്? യെസ്, ഡോക്ടർ ആർ ചിദംബരം ആരാണ്? പ്രശസ്ത ആണവ ശാസ്ത്രജ്ഞനാണ് അല്ലേ? അതും കൂടി ഓർത്തു വെക്കുക. ഓക്കെ അല്ലേടാ? ഇനി 2025 ജനുവരിയിൽ ചൈനയിൽ പൊട്ടിപ്പുറപ്പെട്ട വൈറസ് രോഗമാണ് HMPV. എന്താണ്? HMPV അല്ലേ? HMPV എന്താണ്? HMPVൻ്റെ ഫുൾ ഫോം ഹ്യൂമൺ മെറ്റാന്യൂമോ വൈറസ് എന്നാണ്. മെറ്റാന്യൂമോ വൈറസ് HMPV 2025 ജനുവരിയിൽ ചൈനയിൽ പൊട്ടിപ്പുറപ്പെട്ട വൈറസ് രോഗമാണ് HMPV, ഹ്യൂമൺ മെറ്റാന്യൂമോ വൈറസ്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: സ്വത്തിനുമേലുള്ള പൗരന്മാരുടെ അവകാശം ഭരണഘടന ഉറപ്പു നൽകുന്നതാണെന്നും നിയമം അനുശാസിക്കുന്ന നഷ്ടപരിഹാരം നൽകാതെ ഏറ്റെടുക്കാൻ കഴിയില്ല എന്നും പ്രഖ്യാപിച്ചത് സുപ്രീം കോടതിയാണല്ലേ? സുപ്രീം കോടതി. എന്താണ്? സ്വത്തിനുമേലുള്ള പൗരന്മാരുടെ അവകാശം ഭരണഘടന ഉറപ്പു നൽകുന്നതാണെന്നും നിയമം അനുശാസിക്കുന്ന നഷ്ടപരിഹാരം നൽകാതെ ഏറ്റെടുക്കാൻ കഴിയില്ല എന്നും പ്രഖ്യാപിച്ചത് സുപ്രീം കോടതിയാണ്. നെക്സ്റ്റ്, ചന്ദൂബി ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന സംസ്ഥാനം ഏതാണ്? അസമാണ്. ഏതാണ്? അസം. ചന്ദൂബി ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന സംസ്ഥാനം ഏതാണ്? അത് അസമാണ്. ഓക്കെ അല്ലേ? ഇനി JC ഡാനിയൽ ഫൗണ്ടേഷൻ അല്ലേ? JC ഡാനിയൽ ഫൗണ്ടേഷൻ്റെ 15ാമത് ചലച്ചിത്ര പുരസ്കാരം മികച്ച നടനായി തിരഞ്ഞെടുത്തത് ആരെയാണ്? അത് ടൊവിനോ തോമസിനാണ് അല്ലേ? ടൊവിനോ തോമസ്. ഇപ്പം മികച്ച നടൻ ടൊവിനോ തോമസ് ആണ്. ഏത് 2018 ഏത് സിനിമയിലാണ്? 2018 എവരി വൺ ഈസ് എ ഹീറോ എന്ന സിനിമയിലെ അഭിനയത്തിലാണ് JC ഡാനിയൽ ഫൗണ്ടേഷൻ 15ാമത് ചലച്ചിത്ര പുരസ്കാരം ആർക്ക് ലഭിച്ചത്? നമ്മുടെ ആർക്ക് ലഭിച്ചത്? ടൊവിനോ തോമസിന് ലഭിച്ചല്ലേ? എങ്കിൽ മികച്ച നടി ആരാണ്? മികച്ച നടി നമ്മുടെ അഞ്ജന പ്രകാശ്. എന്താണ്? മികച്ച നടി അഞ്ജന പ്രകാശാണ്. മികച്ച നടി അഞ്ജന പ്രകാശ്. ഇനിയോ ഏത് സിനിമയിൽ അഭിനയത്തിന്? പാച്ചും അത്ഭുത വിളക്കും എന്ന സിനിമയിൽ അഭിനയത്തിനാണ് അഞ്ജന പ്രകാശിന് മികച്ച നടിക്കുള്ള അവാർഡ് കിട്ടിയത്. എങ്കിൽ മികച്ച ചിത്രം ഏതാണ്? മികച്ച ചിത്രം 2018 അല്ലേ? മികച്ച ചിത്രം 2018. മികച്ച സംവിധായകൻ ആരെയാ തിരഞ്ഞെടുത്തത്? അഖിൽ സത്യൻ. ആരാണ് മികച്ച സംവിധായകൻ? അഖിൽ സത്യൻ.
ഓർത്തിരിക്കുക. ഓക്കെ അല്ലേടാ? യെസ്. ഇനി ഇന്ത്യ ഫ്രാൻസ് സംയുക്ത അഭ്യാസമാണ് വരുണ. ഏതൊക്കെ രാജ്യങ്ങളാണ്? ഇന്ത്യ ഫ്രാൻസ് സംയുക്ത നാവിക അഭ്യാസത്തിൻ്റെ പേരാണ് വരുണ. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ 5-ാം തീയതിയിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എന്താക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് കറണ്ട് അഫയേഴ്സ് വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അതുപോലെ PYQ ചോദ്യങ്ങളും കിടപ്പുണ്ട്. അതൊക്കെ കാണുക. നമ്മുടെ PSC ബുള്ളറ്റുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് രാവിലെ 6:30 നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ അല്ലേ? കൃത്യമായിട്ട് കാണുക, നന്നായിട്ട് പഠിക്കുക, ഉന്നതമായ റാങ്ക് എല്ലാവരും കരസ്ഥമാക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഓക്കെ, ബൈ, സി യു. വീണ്ടും കാണാം. ബൈ.